പഴയകാലത്തെ ഹിറ്റ് സിനിമകൾ റിലീസ് ചെയ്തത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. റിലീസുകൾ കൂടുതലും സംഭവിക്കാറുള്ളത് തമിഴ് സിനിമയിലാണെങ്കിലും മലയാളത്തിലും ഇടയ്ക്ക് അത് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴത്തെ മലയാളത്തിലെ മറ്റൊരു ശ്രദ്ധേയ ചിത്രവും റിലീസിന് ഒരുങ്ങുകയാണ്. മമ്മൂട്ടി നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത 2009 പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രമാണത്. മമ്മൂട്ടി 3 വേഷത്തിൽ അഭിനയിച്ച് ഗംഭീരമാക്കി വൻ വിജയം നേടിയ ചിത്രമാണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. സിനിമയുടെ ഏറ്റവും പുതിയ ശബ്ദ സാങ്കേതിക മികവോടെ 4K പതിപ്പാണ് നിർമ്മാതാക്കൾ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. മഹാസുബൈർ നിർമ്മിച്ച പാലേരി മാണിക്യം 3ാം തവണയാണ് തിയേറ്ററിൽ എത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. TP രാജീവിന്റെ ഇതേ പേരിൽ തന്നെയുള്ള നോവലിനെ ആസ്പദമാക്കി രഞ്ജിത്ത് ഒരുക്കിയ ചിത്രത്തിന്റെ ഒറിജിനൽ റിലീസ് 2009 ഡിസംബർ 5-നായിരുന്നു. മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജി, ഖാലിദ് അഹമ്മദ്, ഹരിദാസ് എന്നിങ്ങനെ 3 വേഷങ്ങളിലായിരുന്നു മമ്മൂട്ടി ചിത്രത്തിലെത്തിയത്. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്കും ശ്വേതാ മേനോന് മികച്ച നടിക്കുള്ള പുരസ്കാരവും അടക്കം അക്കൊല്ലത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 4 അവാർഡുകളായിരുന്നു പാലേരി മാണിക്യം നേടിയത്. ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയതിന് പിന്നിലും ഒരു കഥയുണ്ട്. പാലേരി മാണിക്യത്തിലെ കഥാപാത്രങ്ങൾ മമ്മൂട്ടി രഞ്ജിത്തിനോട് അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതായിരുന്നു. താൻ അങ്ങനെ അവസരങ്ങൾ ചോദിച്ചു വാങ്ങുന്ന കാര്യം പലപ്പോഴും മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവസരങ്ങൾ ചോദിക്കുന്നതിന് തന്റേതായ കാരണങ്ങളും മമ്മൂട്ടിക്കുണ്ട്. അവസരങ്ങൾ ചോദിക്കാതെ കിട്ടില്ല എന്നാണ് മമ്മൂട്ടിയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇപ്പോഴും മമ്മൂട്ടി അവസരങ്ങൾ ചോദിക്കാൻ മടി കാണിക്കാത്തതും. അങ്ങനെ അവസരം ചോദിച്ചു വാങ്ങിയതിലുള്ള മികച്ച ചിത്രമാണ് രഞ്ജിത്തിന്റെ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. പാലേരി മാണിക്യവുമായി രഞ്ജിത്ത് മുന്നോട്ട് പോകുന്ന കാര്യം തന്റെ ഒരു സുഹൃത്തിൽ നിന്നാണ് മമ്മൂട്ടി അറിയുന്നത്. ഉടൻ തന്നെ മമ്മൂട്ടി രഞ്ജിത്തിനെ വിളിച്ചു. പാലേരി മാണിക്യം സിനിമയാക്കുകയാണോ എന്ന് ചോദിച്ചു. അതെ, അതിലെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണെന്നായിരുന്നു രഞ്ജിത്തിന്റെ മറുപടി. ആ സമയം മമ്മൂട്ടി ചോദിച്ചു, തനിക്കിതിൽ റോളൊന്നുമില്ലേ എന്ന്. രഞ്ജിത്തിനോട് മമ്മൂട്ടി ചോദിച്ചത് ഒരു റോൾ ആയിരുന്നുവെങ്കിലും ലഭിച്ചത് 3 റോളായിരുന്നു. പാലേരി മാണിക്യത്തിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രവും നായകനും ഉൾപ്പെടെ 3 റോളുകൾ മമ്മൂട്ടി അവതരിപ്പിച്ചു. അതേസമയം തന്റെ താരമൂല്യത്തെ ബാധിക്കുമെന്ന് ഭയന്ന മറ്റേതൊരു സൂപ്പർ താരവും ചെയ്യാൻ മടിക്കുന്ന നിരവധി വേഷങ്ങൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. അവിസ്മരണീയമായ പ്രതിനായക വേഷങ്ങൾ ചെയ്യുന്നത് കൂടിയാണ് മമ്മൂട്ടിയെ മറ്റ് സൂപ്പർ താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന ചിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട വില്ലൻ കഥാപാത്രമായ അഹമ്മദ് ഹാജിയെ കണ്ടവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് മമ്മൂട്ടി അല്ലാതെ മറ്റാർക്കും അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അഹമ്മദ് ഹാജിക്ക് വിധേയൻ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ പട്ടേലരോട് സാമ്യമുള്ളതായി തോന്നുമെങ്കിലും തന്റെ ചെറിയ മാനറിസങ്ങൾ കൊണ്ട് 2 കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ രൂപം സൃഷ്ടിക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. മമ്മൂട്ടി അവതരിപ്പിച്ച ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നാണ് മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജി. എന്തായാലും മമ്മൂട്ടിയുടെ അതുല്യ പ്രകടനം കാണാൻ ആരാധകർ ഇത്തവണയും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. മമ്മൂട്ടിക്കും ശ്വേതാ മേനോനുമൊപ്പം മൈഥിലി, ശ്രീനിവാസൻ, സിദ്ദിഖ്, സുരേഷ് കൃഷ്ണ, മുഹമ്മദ് മുസ്തഫ, ശശി കലിംഗ, T ദാമോദരൻ, വിജയൻ വി നായർ, ഗൗരി മുഞ്ചൽ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ മറ്റ് പ്രമുഖ താരങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.